ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പം ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് പകലൊന്നും വീഡിയോ ഇടാനുള്ള ടൈം കിട്ടിയില്ല. ഞാൻ എന്തെങ്കിലും ചൊറഞ്ഞ പണിയിലായിരിക്കും കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ചൂടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടല്ലേ ഇവിടെ. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ കുട്ടികളെ കിടത്തി ഉറക്കിയപ്പോൾ ഓരോ കൂടെ കുറച്ചങ്ങ് ഉറങ്ങി, കുറച്ച് കിടന്ന്. എന്നുവെച്ചാൽ ചൂട് കാരണം കിടന്നാൽ പിന്നെ എണീക്കാനേ തോന്നില്ല, ഒരു ക്ഷീണം പോലെ തോന്നുക, ഭയങ്കര ചൂട്. അപ്പോൾ എന്താ പറയുക, കുറച്ച് നേരം കറണ്ടൊക്കെ പോയപ്പോൾ പിന്നെ കിടക്കാൻ തന്നെ പറ്റുന്നില്ല, എന്താ ചൂടെന്നറിയാം. അപ്പോൾ പിന്നെ ഒന്ന് വൈകുന്നേരം എന്താ പറയുക, കുറച്ച് കിടന്നതിന് ശേഷം പിന്നെ എണീറ്റ് വൈകുന്നേരം പിന്നെ എന്താ പറയുക, വെയിലൊക്കെ താന്ന സമയമല്ല, അപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്താ, എല്ലാവരും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും നല്ല നല്ല കമൻറ്റൊക്കെ അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ ഇന്ന് എന്താ പറയുക, വേറൊരു കാര്യം പറയാനും കൂടിയാണ് വന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഉറങ്ങി, അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്നതൊക്കെ ഒന്ന് വലിയൊരു കഥ. കാരണം പണിയെടുത്ത് കുഴങ്ങിയായിട്ടായിരിക്കും ഞാൻ ചോറ് കഴിക്കുമ്പോൾ എനിക്ക് കുറച്ച് ചായ നിർബന്ധമാണ് ചില ടൈമിൽ കേട്ടോ. അത് ക്ഷീണിച്ചാൽ കുറച്ച് ചായ കുടിക്കണം തോന്നും. ഞാൻ നല്ല പാലൊക്കെ ഒഴിച്ച് നല്ല സൂപ്പർ ചായയൊക്കെ കാച്ചി ചോറൊക്കെ വിളമ്പി ഇനി കിണവനെ ചോറുന്നാൻ വേണ്ടി വിളിച്ചതാണ്. മൂപ്പര് വന്നിങ്ങാൻ ചോറെടുക്കുന്നതിന് മുന്നേ ചായ കപ്പിൽ നിന്നിട്ട് പാരാലോന്നും പറഞ്ഞാൽ ഗ്ലാസ് കൊയ്ക്കാൻ വേണ്ടി കപ്പ് പിടിച്ചത്. അപ്പോൾ കപ്പിൽ നല്ല ചൂടായി, ഞാൻ അടുപ്പത്ത് നിന്നിട്ട് ഇറക്കി വെച്ചായിട്ട് മൂപ്പർക്ക് അത് അറിയില്ലല്ലോ. എന്തെന്നാണെങ്കിലും ആ ചായ മുഴുവനും ഞാൻ വിളമ്പിച്ചെൻ്റെ ചോറിൽ തൂത്തുങ്ങാൻ എനിക്ക് ചോറും തിന്നാനില്ലാണ്ടായി. കാരണം ഉച്ചയ്ക്ക് ചോറ് വെച്ചത് രാത്രിയും കൂടി ഗസ്റ്റിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ വേറെ വെക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഏതായാലും എൻ്റെ ചോറിലെല്ലാം കൂടി ചായ തൂത്തുങ്ങാൻ പിന്നെ ഒരു പരുവാക്കി. പിന്നെ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതെടുത്ത് കഴിച്ചു. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇന്ന് കുറച്ച് എനിക്ക് ഈ ചോറ് തിന്നു കഴിഞ്ഞാലും എനിക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നണം. അതിൻ്റെ ഒരു ശീലമാണ് പെറുക്കി തിന്നൽ. മുന്തിരി, കറുത്ത മുന്തിരി. പക്ഷെ ഇത് മുന്തിരി കറുത്താണെങ്കിലും മറ്റേ ഞാവൽപ്പഴത്തിൻ്റെ ഒരു ഇതില്ലേ, അതേപോലെ തോന്നില്ലേ. സിഡ്കാസുകളൊക്കെ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടോ. കാരണം പകൽ ടൈം ഇട്ടാത്തതുകൊണ്ട് ഒരാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അന്നപ്പോട്ട് ഉറങ്ങൂല്ല. നമ്മൾ ഓപ്പൺ വാതിലാണ്, അതോ നീങ്ങുന്നില്ലല്ലോ. അല്ലമ്മേ എന്ത് കരാന്നറിയോ, കാതിൽ വെച്ചിട്ടില്ല കണ്ടോ, സംഭവം അവിടെ കൊണ്ട വെച്ചിട്ട് അനി വെക്കണം. അവിടെ കുറച്ച് ഇന്നത്തെ പണി ഞങ്ങൾ കാണുന്നുണ്ടോ, മുറ്റത്ത് കുറേ ചാക്കൊക്കെ മണ്ണ് നിറച്ച് വെച്ചത് കാണുന്നുണ്ടോ ആ സൈഡിൽ. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ കുറേ ആയി ഇവിടെ, കുറച്ച് പയറും ചീരയും വെണ്ടയൊക്കെ ആയിട്ട് കുറേ ദിവസമായി ഇവിടെ. കുറേ വെച്ചാൽ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടോ വിത്ത് ഇവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പം ഇന്ന് നമ്മളെ മുറ്റത്ത് മണ്ണ് ഏതായാലും ഉണ്ടല്ലോ, അപ്പോൾ ചാക്കിൽ മണ്ണ് നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കോഴിക്കൂടുണ്ടോ, കൂട്ടിൽ കോഴികൾ താറാമക്കളെ കോഴിക്കളെ കൊത്തിട്ട് തോന്നുന്നുണ്ട് നിലവിളിക്കുക. അപ്പം ഞാനേ ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ യൂട്യൂബ് ചാനലിലുള്ള രണ്ട് കക്ഷികൾ തന്നെയാണ്, ഒരു ഉമ്മയും ഒരു മോളും തന്നെയാണ്. അപ്പോൾ ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെങ്കിൽ ഒരു നമ്മളെ എന്താ പറയുക, നമ്മളെ ഭയങ്കരമായിട്ട് ആക്കിയിട്ടാണ് ഇപ്പോൾ ഓരോരോ വീഡിയോസും അതുപോലെ ലൈവൊക്കെ കേട്ടോ. അപ്പം നമ്മളതിന് മറുപടി ഒന്നും പറയാൻ പോകാത്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഓരത്ര താന്ന് എന്താ പറയുക, ഓരത്ര തരം താഴ്ന്ന സ്വഭാവം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളതിന് റിപ്ലൈ ഒന്നും കൊടുക്കാത്ത കേട്ടോ. കാരണം ഞാനും നെജിലിയൊക്കെ ഓരെ പേടിച്ചിട്ട് ഓടിപ്പോയി എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ലൈവിലൊക്കെ ഇങ്ങനെ വിളിച്ച് കൂവുണ്ട്. പക്ഷേ നമുക്കങ്ങനെ ആരെയും പേടിച്ച് പോകേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മളതായ കാര്യങ്ങളും ചുറ്റുപാടും ആണല്ലോ വീഡിയോയിൽ ഇടുന്നത്. ആരെയും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓരോരുത്തരെ
ഇത് വിളിച്ചറിഞ്ഞിട്ടൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലല്ലോ. നമ്മളെ അമ്മമാരുള്ള വീഡിയോസും കാര്യങ്ങളും ഇട്ട് അത് കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ടാണ് നമ്മളെ വീഡിയോസൊക്കെ പോകുന്നത്. പക്ഷേ ഓർക്ക് എന്താണെന്നറിയില്ല, തള്ളക്കും മുക്ക് ഭയങ്കര കുശുമ്പ്. ഒരു ലൈവിലൊക്കെ കയറി എന്താ അട്ടഹസിക്കുന്നതെന്നറിയോ. അപ്പോൾ അവർ വിചാരം നമ്മളിതൊന്നും കാണുന്നില്ല എന്ന പോലെ ലൈവിലുള്ള കളിയൊക്കെ. അപ്പോൾ നമുക്കെന്തായാലും അവരോട് പരാതിയൊന്നുമില്ല. കാരണം ഓരോ ഒരു കാര്യം വിചാരിച്ചാൽ മതി. നമുക്കങ്ങനെ പേടിച്ചിങ്ങനെ ഓടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പിന്നെ ഓരോ ചെയ്യുന്ന മാതിരി കണ്ടോ കേട്ടോ വിളിച്ചു പറഞ്ഞാൽ വീഡിയോ ചെയ്ത് അങ്ങോട്ടും അടി ഉണ്ടാക്കിയിട്ട് വീഡിയോ ചെയ്ത് ഞാൻ നേരല്ല. നമുക്ക് നമ്മളതായ കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് പിന്നെ അതിന് മറുപടി ഒന്നും കൊടുക്കാത്തിട്ട്. പിന്നെ ഇങ്ങനെ ഇതിൽ പറഞ്ഞത് എന്താ വെച്ചാൽ ഓല് വിചാരിക്കും നമ്മൾ ഓരോട് ഓലെ പേടിച്ച് കുത്തിരിക്കുകയാണെന്നുള്ളൊരു വിചാരം അവർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ജസ്റ്റ് ഞാൻ ഇതിൽ കൂടെ ഒന്ന് പറഞ്ഞതേയുള്ളൂ. എന്തായാലും ഒരു വീഡിയോ കാണുമ്പോൾ സംഗതി അവർക്ക് മനസ്സിലാവും. ഓലെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് അവരങ്ങനെ ഇപ്പോൾ നമ്മളെ കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കിക്കണ്ട. കാരണം എന്തായാലും ഈ വീഡിയോയിൽ കണ്ടാൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു കമൻറ്റുമായിട്ട് വരും, അത് ഉറപ്പാണ്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാനും നെജിലൊക്കെ എന്ന് വെച്ചാൽ ഞങ്ങളുടേതായ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് ഓരോരുത്തർ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞാനൊന്നും കണ്ടൻറ് ഉണ്ടാക്കി വീഡിയോ ചെയ്യുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവരും ഞങ്ങളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പെറുക്കി തിന്നാനുള്ള ശീലമുള്ളതുകൊണ്ട് കുറച്ച് കുഴപ്പമില്ല, നല്ല മുന്തിരിയാണ്, കുരുല്ലാത്ത മുന്തിരിയും കൊണ്ട് തിന്നാൻ നല്ല രസമാണ്. അപ്പോൾ വീഡിയോ ചെയ്യാണ്. അപ്പോൾ നാളെ ചിലപ്പം നമ്മളെ ഡോറും കാര്യങ്ങളും വെക്കാൻ പണിക്കാർ വരും എന്നാണ് പറഞ്ഞത്. വന്നാൽ അറിയാം. അപ്പോൾ നാളെ ഒരു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഞാൻ കാണിച്ചിരും വീഡിയോ. അപ്പോൾ വെച്ചാൽ തന്നെ ഒരു അടിച്ചുറപ്പായി. പുലിയും ആനയും സിംഹമൊന്നും വരില്ലല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ അകത്ത് മക്കളെയും കൊണ്ട് കിടക്കുമ്പോൾ വിചാരിക്കും, പഠിച്ചവനേ ആ കാട്ടിലെങ്ങാനുള്ള പുലി ഇനി അഥവാ വഴി തെറ്റിയിലങ്ങനെ ഓടി വന്നാൽ എൻ്റെ അകത്ത് കൂടെ കയറി അടുക്കളയിൽ കൂടെ ഇറങ്ങുക. അപ്പോൾ എന്താണ് കൊത്തുകൂടുന്നത്? ഒരു കൊത്തുകൂടാണ് കൂട്ടുന്നത്. താറാമക്കൾക്ക് വേറെ കൂടുണ്ടാക്കിയില്ല, പോലെ അതിലുള്ളത്. അപ്പോൾ ഏതായാലും നാളെ പണിക്കാർ രാവിലെ വരും വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ വരികയാണെങ്കിൽ നമ്മളെ സൂപ്പർ വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. അപ്പോൾ അതൊരിക്കലും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ടാറ്റാ, ബൈ ബൈ.